എടാ ഞാൻ മേടിച്ചാൽ കോഴ, രാഷ്ട്രീയക്കാരൻ മേടിച്ചാൽ സംഭാവന, ശാന്തി മേടിച്ചാൽ ദക്ഷിണ, പോലീസുകാരൻ മേടിച്ചാൽ പടി. ഇതല്ലേ ഈ പറയുന്ന ഭാര്യമാർ കോഴ വല്ലതും തന്നോ? ആരെങ്കിലും സംഭാവന തന്നോ? ഇതിനായിട്ടാണോ ഈ രാജ്യത്ത് എന്തെല്ലാം ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആസ്തി എന്തുമാത്രം വർദ്ധിപ്പിച്ചു എന്ന് ഞാൻ കണക്ക് പറയാം. ഞാൻ വലിയ പ്രസംഗം നടത്താനല്ല വന്നത്. ഈ 30 കൊല്ലം കൊണ്ട് SNDP യോഗത്തിൻ്റെ സാമ്പത്തിക വളർച്ച, ജനകീയ വളർച്ച, SN ട്രസ്റ്റിൻ്റെ വളർച്ച, SNDP യോഗത്തിൻ്റെ വളർച്ച, ഇത് നിങ്ങളൊന്നും അറിയണ്ടേ? എന്നും വിമർശിക്കാൻ നടക്കുന്ന ദുഷ്ടശക്തികൾ, നല്ല പറയുന്നവരുണ്ട്. എനിക്ക് ദയവ് ചെയ്ത് മാധ്യമങ്ങളോടും പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങളോടും പറയാനുള്ളത്, ഒരു നീതിബോധത്തോടുകൂടി ഞങ്ങൾക്ക് ഭരണമില്ല, പണമില്ല, പുറത്തുനിന്ന് വരാൻ പണമില്ല, സ്വദേശത്തിൻ്റെ പണം വിദേശത്തു നിന്ന് വരാനുമില്ല. അപ്പോൾ ഇങ്ങനെ സ്വന്തമായി പണം കണ്ടെത്തി ഞങ്ങൾ പണിത് മുമ്പോട്ട് പടുത്തുയർത്തിയപ്പോൾ അതിനെ ചുമ്മാ നിന്ന് ആരെങ്കിലും വല്ലതും വന്ന് ചില ദുഷ്ടൈക ദീർഘകൾ നിങ്ങളുടെ ആഫീസിൽ വന്ന് നിർബന്ധിച്ച് തരുന്ന ആ റിപ്പോർട്ടുകൾ മാത്രം വിശ്വസ്തയിലെടുത്ത് നിങ്ങൾ പ്രചരിപ്പിക്കാതെ ഞങ്ങളിവിടെ ചോദ്യം ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ശിക്ഷിച്ചോ, എന്തെങ്കിലും എഴുതിക്കോ. നിർദോഷികളായ നിഷ്കാമ കർമ്മം ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട അവകാശം നിശ്ചയിക്കപ്പെട്ട അവശലക്ഷങ്ങളാണ് ഇവിടുത്തെ പിന്നോക്ക സമുദായം. അവർക്ക് വേണ്ടി എന്നും പോരാടുന്ന ഒരു സംഘടനയാണ് SNDP. ആ പോരാട്ടത്തെ തകർക്കാനും തളർത്താനും ശ്രമിക്കുന്ന ദുഷ്ടശക്തികളായി നിൽക്കുന്ന കുലങ്കൃത്തികൾക്ക് പ്രോത്സാഹനം നൽകാതെ ഈ പാവപ്പെട്ടെന്നെ കണ്ണീരൊപ്പാനും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയുള്ള സഹകരണത്തിനും സഹായത്തിനും മീഡിയ ഞങ്ങളോടൊപ്പം നീതിയുടെ ഭാഗത്ത്, ധർമ്മത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഞാനൊരു കണക്ക് നിങ്ങളിലേക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഞാൻ ഭരണത്തിൽ വന്നിട്ട് ഞാനല്ല, ഞങ്ങൾ, ഇതിൻ്റെ എല്ലാം ഉന്നമനത്തിൻ്റെ കാരണം എന്താണ്? വല്ല തർക്കമുണ്ടോ? പണ്ടെല്ലാം യൂണിയൻ വാർഷികമോ യോഗ വാർഷികമോ SNDPൻ്റെ കുടുംബം തമ്മിലടിയും വഴക്കുമാണ്. ഇന്ന് വല്ലതുണ്ടോ 30 കൊല്ലമായിട്ട്? എന്ത് ദേഹോദര സഹോദര ഭാവേന ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. ഞങ്ങളിന്ന് 30 കൊല്ലത്തിന് മുമ്പ് RDCയുടെ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. 10 RDCയിൽ ഞാൻ തോറ്റുപോയി. ഒരു RDC കൊല്ലം ജില്ലക്കാരാണ് ജയിച്ചത്. മോഹൻ എന്താ ചെയ്തത്? നമുക്ക് നന്നായി പോകണമെങ്കിൽ ഒന്നിച്ച് പോകണം, 10 പേരോടുകൂടി നമുക്ക് ചേർന്ന് നിന്ന് അങ്ങനെ കൊല്ലം RDC ഒന്നിച്ച് ഞങ്ങൾ ഭിന്നിപ്പിക്കാൻ പലരും നോക്കുന്നുണ്ട്. ആ ഭിന്നതകളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് SNDPയിലായാലും SNDPയിലായാലും ഞങ്ങളെല്ലാം ഒരേ മനസ്സോടുകൂടി ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ്. അല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ്റെ കഴിവല്ല, പത്മഭൂഷൺ എനിക്ക് കിട്ടിയത് എൻ്റെ കഴിവല്ല. ഞങ്ങളെല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ പരിണിത ഫലമാണ് നമുക്ക് ഈ വിജയത്തിൻ്റെ പിന്നിൽ ആ മഹാശക്തി. ആ മഹാശക്തിയാണ് തകർത്താൻ പല പൂവാലന്മാരും നടക്കുന്നു, മോഹഭംഗവും നടക്കുന്നു, സ്ഥാനമോഹികൾ നടക്കുന്നു. ഇവരെന്തർപ്പണ മനോഭാവം സമുദായത്തിനുണ്ട്. ഇവരെന്ത് പൈസ ഈ സഹായത്ത് കൊടുത്തിട്ടുണ്ട്. ചില്ലിക്കാശ് പോലും കൊടുക്കാതെ ഇവിടുന്ന് എന്തെങ്കിലും തട്ടിയെടുക്കാൻ മാർഗമുണ്ടെങ്കിൽ അതും തട്ടിയെടുക്കാനോ, അതല്ലെങ്കിൽ സംഭാവന പിരിക്കാൻ വേണ്ടി ബാങ്ക് അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. നിൽക്കല്ലേ നിങ്ങൾ അങ്ങോട്ട് അയച്ചേരെന്ന് പറഞ്ഞ് കുറേ പോഴന്മാർ അവിടെ എല്ലാം കാശ് അയച്ചു കൊടുത്ത് അവർ അബദ്ധത്തിൽ കിടക്കുക. ഇതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഭരണകാലത്ത്, എൻ്റെ അല്ല, ഞങ്ങളുടെ ഭരണകാലത്ത് SNDP യോഗത്തിനുണ്ടായ ആസ്തി എന്താണെന്ന് ഞാൻ പറയാം. ഞങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ SNDP യോഗത്തിന് 1996 93 വർഷം കൊണ്ടുണ്ടായ ആസ്തി 78,62,162 രൂപ. ഇതെല്ലാം അതാത് കാലങ്ങളിൽ ആഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ച ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. എന്നാൽ ഇന്ന് 2006 ഞങ്ങളുടെ പ്രസിദ്ധീകരിച്ച ബാലൻസ് ഷീറ്റിൽ ഇന്നുള്ളത് എത്രയാണെന്ന് ചോദിച്ചാൽ
339,74,84,85,000 രൂപ. അതായത് 432.13 ഇരട്ടി വർധനവുണ്ടായി. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, കോഴയാണെങ്കിൽ കോഴ കിട്ടിയതാണ്. അതെല്ലാം മുടക്കിക്കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. ഈ പറഞ്ഞവരാരെങ്കിലും 10 പൈസ തന്നിട്ടുണ്ടോ? ഇത് ബുക്ക് വാല്യൂ ആണ്. ഇന്ന് ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ എടുത്താൽ ഇതിനൊക്കെ എത്രയോ ഇരട്ടിയാണ്.